എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സംഖ്യയാക്കും. കേരളം അത്ര നല്ല സംസ്ഥാനമല്ലെന്ന് ഹരീഷ് പേരടി. നല്ലത് ചെയ്താൽ ആരായാലും നല്ലത് പറയും എന്ന് വെച്ച് ഉടനെ അവരെ സംഖ്യയാക്കിയാലോ? നടൻ ഹരീഷ് പേരടിയാണ് ഈ ചോദ്യം കേരളത്തോട് ചോദിക്കുന്നത്. കേരളം അത്ര നല്ല നാടല്ലെന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഹരീഷ് പേരടി മുന്നോട്ട് വെക്കുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ ഒട്ടുമിക്ക സംഭവങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറയുന്ന നടനാണ് ഹരീഷ് പേരടി. ദൈവത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്ന നടൻ പ്രകാശ് രാജിന്റെ പരാമർശത്തെ എതിർത്തതിന് പിന്നിൽ കാരണമുണ്ടെന്ന് നടൻ ഹരീഷ് പേരടി പറയുന്നു. പ്രകാശ് രാജ് നരേന്ദ്രമോദിയെ വിമർശിച്ചതുകൊണ്ടൊന്നുമല്ല താൻ അത് പറഞ്ഞതെന്നും കേരളം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്ര നല്ല നാടല്ലാത്തതുകൊണ്ടാണെന്നുമാണ് ഹരീഷ് പേരടിയുടെ മറുപടി. ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഹരീഷ് പേരടിയുടെ പ്രതികരണം. നരേന്ദ്രമോദിയെ വിമർശിച്ചതുകൊണ്ടല്ല, കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു ലോകമല്ലെന്നും ഇവിടെയും പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹത്തോട് പറയേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടാണ് അത്. നരേന്ദ്രമോദിയെ ആളുകൾ വിമർശിക്കുന്നത് താങ്കൾക്കൊരു പ്രശ്നമല്ല എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിയെ ധാരാളം വിമർശിക്കുന്ന ഒരാളാണ് താനെന്നായിരുന്നു ഹരീഷ് പേരടിയുടെ മറുപടി. തനിക്ക് സംസാരിക്കാൻ വേദി ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണെന്നും ഇവിടെ തന്നെ കേൾക്കാനും സംവദിക്കാനും വിവരമുള്ള ഒരു കൂട്ടം സാഹിത്യകാരന്മാരും സമൂഹവും ഉണ്ടെന്നും പ്രകാശ് രാജ് പറഞ്ഞിരുന്നു. എൻ്റെയും നിങ്ങളുടെയും വീടായ പാർലമെന്റ് മന്ദിരത്തിൽ പോലും ക്ഷേത്രത്തിലേതുപോലെ പൂജകൾ നടക്കുന്നു. പ്രധാനമന്ത്രി സ്ഥാനം പോലും മറന്ന് പൂജാരിയായ രാജ്യത്ത് ഇനിയും നിശബ്ദരായിരിക്കാൻ സാധിക്കുന്നതെങ്ങനെയെന്ന് പ്രകാശ് രാജ് ചോദിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കേരളത്തെ വിശേഷിപ്പിക്കാൻ കാരണം കേരളത്തെ രാഷ്ട്രീയത്തിൽ ദൈവം ഇല്ലെന്നത് തന്നെയാണെന്ന് പ്രകാശ് രാജ് പറഞ്ഞതിനോടാണ് ഹരീഷ് പേരടി പ്രതികരിച്ചത്. മോദി നല്ല കാര്യം ചെയ്തപ്പോൾ ഞാൻ പിന്തുണച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ കാക്കനാട്ടേക്ക് നീട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഞാൻ അതിനെ അനുകൂലിക്കുന്നു. വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ചപ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുന്നു. കാരണം ഏറ്റവും നല്ല കാര്യമാണ്. റെയിൽവേയുടെ വളവ് നികത്തുമെന്നും 130 കിലോമീറ്റർ സ്പീഡിന് മുകളിൽ ഓടിയാൽ ഞാൻ BJPക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. എന്താ എനിക്ക് പറഞ്ഞൂടെ? BJP ഇന്ത്യ ഭരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുമുണ്ട് എന്നു കരുതി തൊട്ടുകൂടായ്മയുടെ ആവശ്യമില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണത്. ചന്ദ്രയാനെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പിൽ എന്നെ സംഖ്യയാക്കാൻ മറക്കരുത് എന്ന് ഹരീഷ് പേരടി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു രീതി കേരളത്തിലുണ്ട് എന്നതിന് കൊടുത്ത കൊട്ടാണോ അത് എന്ന ചോദ്യത്തിന് തീർച്ചയായും ആണെന്നായിരുന്നു ഹരീഷ് പേരടിയുടെ മറുപടി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ പിടിച്ചങ്ങ് സംഖ്യയാക്കും. അത് വളരെ എളുപ്പമാണ്. അവസാനം അതിൽ ദുഃഖിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ വിളിക്കുന്നവരൊക്കെ അവസാനം ഒരു ദിവസം സംഖ്യയായി മാറും. അങ്ങനെ ഒരു ഉദ്ദേശമില്ലാത്തവർ പോലും എന്തായാലും പേര് വീണു എന്നാൽ സംഖ്യയാക്കാമെന്ന് കരുതും. അങ്ങനെ ആക്കി മാറ്റരുത് ഈ വിളി. BJPക്കും വേണമെങ്കിൽ ഒരു നാടകം ചെയ്യാം, നിങ്ങളെന്നെ സംഖ്യയാക്കി എന്ന് പറഞ്ഞിട്ട് എന്നാണ് ഹരീഷ് പേരടി പറയുന്നത്. തൻ്റെ ഫേസ്ബുക്ക് പേജിലായിരുന്നു ഹരീഷ് പേരടി കുറിപ്പ് പങ്കുവച്ചത്. ഏത് രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണം എന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഹരീഷ് പേരടി ആര് നല്ലത് ചെയ്യുന്നുവോ അവരെ നല്ലത് പറയട്ടെ, ആര് മോശം ചെയ്യുന്നുവോ അവരെ മോശം പറയട്ടെ. എന്തായാലും സമകാലിക പ്രശ്നങ്ങൾ പ്രതികരിക്കാൻ നമുക്ക് ഇങ്ങനെയും ചില കലാകാരന്മാരെ ആവശ്യമാണ്.